കഴിഞ്ഞ എപ്പിസോഡിൽ കളമശ്ശേരിയിലെ മെട്രോമാൻഡ് ഹോസ്പിറ്റലിന്റെ സാരഥിയായ ഡോക്ടർ തൽഹ പ്രേക്ഷകരുമായി പങ്കുവച്ച വിലപ്പെട്ട അറിവുകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ദീപ യൂട്യൂബ് ചാനലിന്റെ ടേണിംഗ് പോയിന്റിലേക്ക് പ്രേക്ഷകരെയും ഡോക്ടറെയും സ്വാഗതം ചെയ്യും. Turning point, turning point, turning point, turning point, turning point, turning point, turning point. ഇന്നത്തെ വിദ്യാർത്ഥികൾ ചെറിയ മാനസിക സംഘർഷങ്ങൾക്ക് പോലും ലഹരിയിൽ അഭയം കണ്ടെത്തുന്ന പ്രവണത കേരളത്തിൽ വ്യാപകമായിട്ടുണ്ട്. ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ സാറിന് എന്ത് അഡ്വൈസാണ് അവർക്ക് നൽകാനുള്ളത്? പഠിക്കുക എന്നുള്ളത് തലച്ചോറിൻ്റെ ഒരു കഴിവാണല്ലോ. ഇപ്പം നമ്മളിപ്പോൾ കാര്യങ്ങൾ ഓർത്തു വെക്കാനും കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെ ഉള്ള കഴിവാണ്. അപ്പം ഈ തലച്ചോറിൻ്റെ കഴിവ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പ്രശ്നങ്ങളും കൂടി വരാറുണ്ട്. മെയിൻലി അതിൻ്റെ ഒരു കാരണം പിന്നെ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പം കുട്ടികൾക്ക് വളരെയധികം പ്രഷർ ഉണ്ടല്ലോ. അപ്പം പഠനം എന്ന് പറയുന്നത് ഒരു പ്രഷറുള്ളൊരു കാര്യമാണ്. ഇപ്പം പല ട്യൂഷനും കാര്യങ്ങളും എൻട്രൻസുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ, അതിപ്പം കുട്ടികളാണെങ്കിലും മുതിർന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എല്ലാ ആൾക്കാർക്കും ഡിപ്രഷൻ ഉണ്ടാക്കും. അപ്പം പണ്ട് ഒരു കുട്ടി അനുഭവിച്ചിരുന്ന സ്ട്രെസ് കുറയ്ക്കാനുള്ള പല മാർഗങ്ങളും ഇപ്പം അന്യമാണ്. പുതുതായി മാറി വരുന്ന ടെക്നോളജികളും മറ്റു കാര്യങ്ങളും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് കാരണമായിരിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ മെയിൻലി ഉള്ള കാരണം പഠിക്കുന്ന കുട്ടികൾ ഇൻ്റലിജൻ്റ് ആണ്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. എല്ലാ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്നല്ല പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാരണം ഈ സ്ട്രെസ്സിൻ്റെ കൂടുതലും അത് നാച്ചുറലായിട്ട് അത് കളയാനുള്ള മാർഗങ്ങളുടെ അഭാവമാണ് കുട്ടികളെ ഈ ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്നത്. ലഹരിമുക്ത യാത്രയിൽ യോഗയും വർക്കൗട്ടും എത്രമാത്രം സഹായകരമാകുന്നുണ്ട്? ആസ് എ സൈക്യാട്രിസ്റ്റ് ഞാൻ യോഗയെ കാണുന്നത് നമ്മളെ ഉള്ളിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സംസാരിക്കുന്നു, പോകുന്നു, ഉറങ്ങുന്നു, പൈസ ഉണ്ടാക്കുന്നു, കടം മേടിക്കുന്നു. ഇതിനെക്കാട്ടൊക്കെ അപ്പുറത്ത് ഒരു മനുഷ്യൻ്റെ ചിന്തയെ പറ്റി ചിന്തിക്കുന്നത്, അല്ലെ അയാളുടെ മനസ്സ് കുറച്ച് നേരത്തേക്ക് സ്റ്റില്ലാക്കുന്നത്, അല്ല ആ മനസ്സും ശരീരവും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരവസ്ഥ, അതാണ് യോഗ എന്ന് പറയുമ്പോൾ യോഗയിൽ ചില പോസുകളുണ്ട്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പോസുകളിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിനെ ഏകാഗ്രതമാക്കി വെക്കാനുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് പലപ്പോഴും യോഗയെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ യോഗ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ മനസ്സിനെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടൊരു ബോധ്യം അയാൾക്കുണ്ടാവുമല്ലോ. ഉദാഹരണം, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, എന്താണ് എൻ്റെ മനസ്സ് ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. ഞാൻ രാവിലെ വണ്ടി എടുത്ത് പോകുന്നു, ആൾക്കാരെ കാണുന്നു, ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയുന്നു, അതിലേക്ക് എടുത്ത് ചാടുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. മറിച്ച് യോഗ അല്ലെങ്കിൽ എൻ്റെ മെഡിറ്റേഷൻ എന്ന് പറയുന്നൊരു സംഭവം ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മളെ പറ്റി ഒന്ന് ചിന്തിക്കുകയാണ്. ആ ചിന്ത പലപ്പോഴും അന്നത്തെ ദിവസത്തിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് തോന്നുന്നു. ഇത് മാത്രമല്ല, യോഗ ഒരുപാട് പോസുകളിൽ നമ്മളെ ബോഡിയെ വളക്കലല്ല, അതൊരു തരം എന്താ പറയുക, വളരെ കൃത്യനിഷ്ഠതയായിട്ട് ജീവിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു യോഗി. ഇതിൽ ചില കാര്യങ്ങൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, യോഗ നിദ്ര എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മുടെ കാലത്ത് ഉറക്കില്ലായ്മ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ യോഗ നിദ്ര എന്ന് പറയുന്നൊരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ പാർട്സിനെയും നമ്മളിങ്ങനെ ബ്രെയിനിൽ ഓർത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്ന് ഓർത്ത് അത്
ശരീരത്തിൻ്റെ ഇപ്പം കാല് മുതൽ തലവരെയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ഓർത്തിട്ട് നമ്മൾ ബ്രെയിനിലൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ വളരെ ന്യൂറോ സയൻസ് വൈസ് അത് നമ്മൾ തലച്ചോറിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പം ഒരുപാട് നെറ്റ്വർക്ക്സ് ആക്ടിവേറ്റ് ആവും. അതിപ്പോൾ രാത്രി ഇങ്ങനെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുമ്പോഴായിരിക്കും ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്. അപ്പം ഈ യോഗ നിദ്ര എന്നുള്ളൊരു പ്രാക്ടീസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുമ്പോൾ യോഗയാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് ആണ്. അതിൻ്റെ അതിൻ്റെ ഐഡിയോളജിക്കലി അതിനെ പ്ലേസ് ചെയ്യുന്നതും അതിൻ്റെ മാർക്കറ്റിംഗ് രീതികളൊക്കെയാണ്. അതെനിക്ക് തോന്നുന്നത് അത് ആയുർവേദമൊക്കെ പോലെ ആൾക്കാർക്കത് വളരെ ഫ്രീ ആയിട്ടത് കൊടുക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അതൊരു ആൻഷ്യൻ്റ് വിസ്ഡം ആണ്. ദാറ്റ് ഈസ് സംതിങ് ഐ ഫൗണ്ട് ഇറ്റ് വെരി ഹെൽപ്ഫുൾ. അതിപ്പം ലഹരിയുടെ കാര്യത്തിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ലഹരിയിലേക്ക് ഒരാൾ പോകുന്നത് എങ്ങനെയാണ്? അയാളെ മനസ്സ് ശാന്തമല്ലാതിരിക്കുമ്പോഴാണല്ലോ ലഹരിയിലേക്ക് പോകുന്നത്. അല്ല ആൾക്കാർക്ക് ആർക്കാണ് ഇവിടെ വൈകുന്നേരം 1000-2000 രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ കള്ള് വാങ്ങിച്ച് കുടിക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ത്വരയൊന്നുമില്ല. മനുഷ്യൻ ജന്മനാൽ ബുദ്ധിയുള്ളൊരു ജീവിയാണ്. അപ്പം മനസ്സിന് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഈ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പം മനസ്സിനെ കീപ്പ് ചെയ്യാൻ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത്. അപ്പം യോഗ വിൽ ഹെൽപ്പ്, ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ്. ആസ് എ ഡോക്ടർ, ആസ് എ മെയിൽ സൈക്യാട്രിസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഫീമെയിൽസ് അല്ലെങ്കിൽ സ്ത്രീകൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ഇൻ്റലിജൻസ് കാലാകാലങ്ങളായിട്ട് അതിനെ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എത്ര ഇൻ്റലിജൻസ് ഉണ്ടെങ്കിലും ആ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോയി ജയിലിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ഇൻ്റലിജൻസ് ഉപയോഗിക്കാനാവില്ലല്ലോ. അപ്പം സ്ത്രീകൾ ഒരു കാലത്തും പൊട്ടികളൊന്നും ആയിരുന്നില്ല. സ്ത്രീകൾ എല്ലായ്പ്പോഴും ബുദ്ധിയുള്ളതായിരുന്നു. അവരുടെ ബുദ്ധി എക്സ്പ്രസ് ചെയ്യാനൊരു അവസരമില്ലാത്ത ഒരു സാമൂഹിക വ്യവസ്ഥയായിരുന്നല്ലോ നമ്മളത്. ഏത് മതം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ വീണ്ടും പറയാം, ഞാൻ സൈക്യാട്രിസ്റ്റാണ്. ഞാൻ മനുഷ്യരുടെ ബന്ധങ്ങളും മനസ്സും പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല. റോക്കറ്റ് വിടാനും അല്ലെങ്കിൽ അണുബോംബ് ഉണ്ടാക്കാനും ഉള്ള കഴിവൊന്നും എനിക്കറിയില്ല. പക്ഷേ വ്യക്തിബന്ധങ്ങളിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് സ്ത്രീക്ക് വളരെ കൂടുതലാണ്. അപ്പം ഒരു ആവറേജ് ആയിട്ടുള്ള നമ്മളെ ഇപ്പോൾ കേരളത്തിൽ 2025 +1 +2 പഠിക്കുന്ന സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ബുദ്ധിയും കഴിവും വെച്ച് നോക്കുമ്പം പെൺകുട്ടികളുടെ ബുദ്ധി ഭയങ്കര കൂടുതലാണ്, കഴിവും കൂടുതലാണ്. പക്ഷേ ഒരു കഴിവ് കുറഞ്ഞ സ്ത്രീയെ ഒരു പുരുഷൻ ചിലപ്പോൾ അംഗീകരിക്കും. ഒരു കഴിവ് കുറഞ്ഞ പുരുഷനെ സ്ത്രീകൾ അംഗീകരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇൻ്റലിജൻ്റ് ആയതുകൊണ്ടാണ്. അപ്പം സ്ത്രീകളെടുത്ത് കോമ്പറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു കാരണം മാത്രമല്ല, പക്ഷേ ആത്യന്തികമായി ഒരു സൈക്യാട്രിസ്റ്റ് മനസ്സിലാക്കിയ കാരണങ്ങളാണ് ഈ പറയുന്നത്. ഒരുപാട് കാരണങ്ങൾ ഇപ്പം നമുക്ക് ഇപ്പം യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലുള്ള ഒരുപാട് കാരണങ്ങൾ അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പം എന്താ പറയുക, സ്കൂൾ റീയൂണിയൻ മുതൽ മറ്റേ അവിഹിത ബന്ധങ്ങൾ മുതൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുതൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ എന്നും എപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷെ ഈ ഒരു സംഭവം ബുദ്ധിയുടെ കാര്യത്തിൽ സ്ത്രീ വളരെയധികം മുന്നിലേക്ക് പോയിരിക്കുകയാണ്. ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എസ്പെഷ്യലി ഉണ്ടാക്കുന്നത് കേരളത്തിലായിരിക്കും. ഞാനൊന്നിനെതിരെ പോകത്തില്ല. ഇതൊന്നും ഇല്ലാണ്ട് വീട്ടിലിരുന്നിട്ട് അതും ഇതും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നേരാൻ നേർക്ക് ജീവിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ നേരാൻ നേർക്ക് ജീവിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധങ്ങളൊന്നും ഉണ്ടാവില്ല.